മരിച്ചെന്ന് കരുതി മോർച്ചറിയിലേക്ക് മാറ്റുന്നതിനിടെ ജീവന്റെ തുടുപ്പുണ്ടെന്ന് കണ്ടെത്തിയ കണ്ണൂർ കൂത്തുപറമ്പ് പാച്ചപ്പൊയ്ക സ്വദേശി പവിത്രനെ പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും. ആ പവിത്രൻ മരിച്ചു. വീട്ടിൽ ചികിത്സയിൽ തുടരവെയാണ് മരണം. ജനുവരി 14-നാണ് മംഗളൂരുവിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന പവിത്രൻ മരിച്ചെന്ന് കരുതി കണ്ണൂരിലേക്ക് കൊണ്ടുവരുന്നത്. AKG ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റുന്നതിന് മുൻപാണ് പവിത്രന്റെ ശരീരത്തിൽ സ്പന്ദനം തിരിച്ചറിഞ്ഞത്. അർജുൻ കല്യാട് ചേരും കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ കല്യാട്, ഒടുവിൽ പവിത്രൻ മരിച്ചു. നമ്മൾ ഈ MTയുടെ ഒരു സിനിമയിൽ സുഹൃതത്തിലാണെന്ന് തോന്നുന്നു. അർബുദ രോഗത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട രവിശങ്കർ ഒടുവിൽ ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നത് പോലെ മോർച്ചറിയുടെ മുന്നിൽ നിന്നും ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന പവിത്രൻ ഒടുവിൽ യാത്രയായി, അല്ലേ അർജുൻ? തീർച്ചയായിട്ടും അരുൺ, അതായത് ഇന്ന് മലയാള മനോരമ പത്രത്തിൽ അതിൻ്റെ ഒരു വാർത്തയുണ്ട് പവിത്രൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ആ വാർത്തയുടെ ഹെഡിങ് ഇങ്ങനെയാണ്: പവിത്രൻ മരണത്തോട് യെസ് പറഞ്ഞു എന്ന രീതിയിൽ. സത്യത്തിൽ അതാണ് സംഭവിച്ചിരിക്കുന്നത്. ആദ്യം മരണത്തെ അതിജീവിച്ച്, അല്ലെങ്കിൽ മരണത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടാണ് പവിത്രൻ ജീവിതത്തിലേക്ക് വരുന്നത്. ജനുവരി 14-ാം തീയതിയാണ് കണ്ണൂർ AKG ആശുപത്രിയിലെ മോർച്ചറിക്ക് തൊട്ടു മുന്നിൽ വെച്ച് പവിത്രൻ്റെ ശരീരത്തിൽ ജീവനുണ്ട്, സ്പന്ദനമുണ്ട് എന്നുള്ളത് മോർച്ചറിയുടെ അറ്റൻഡർ ജയൻ തിരിച്ചറിയുന്നത്. അതിനുശേഷം 10 ദിവസത്തോളം ആശുപത്രിയിൽ കഴിഞ്ഞു, AKG ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞു. ജനുവരി 24-ാം തീയതി പൂർണ്ണ ആരോഗ്യവാനായില്ല എങ്കിൽ കൂടിയും പവിത്രൻ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് പവിത്രൻ പൂർണ്ണ ആരോഗ്യവാനായി തന്നെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ സംഭവിച്ചില്ല. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് പവിത്രൻ്റെ മരണം സംഭവിച്ചത്. ഇന്ന് സംസ്കാരം ഉൾപ്പെടെ നടക്കുകയും ചെയ്യും. മംഗലാപുരത്തു നിന്നും ഹൃദ്രോഗത്തിൻ്റെ ഭാഗമായി അവിടെ ചികിത്സയിൽ കഴിയുന്നതിനിടെയാണ് വെന്റിലേറ്ററിൽ നിന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പവിത്രൻ മരണപ്പെടും എന്നുള്ള കാര്യം ഡോക്ടർമാർ ബന്ധുക്കളെ അറിയിക്കുകയും ഒരുപാട് ദിവസം ഇതിങ്ങനെ തള്ളി നീക്കി, അല്ലെങ്കിൽ ഇതിനകത്തൊരു പൂർണ്ണമായ രോഗമുക്തി ഇല്ലാത്ത ഘട്ടത്തിലാണ് ബന്ധുക്കൾ ഈ വെന്റിലേറ്റർ റിമൂവ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നത്. വെന്റിലേറ്റർ റിമൂവ് ചെയ്യുകയും നാട്ടിലേക്ക് കൊണ്ടുവരുന്നതിനിടെ മരണപ്പെട്ടു എന്നുള്ള രീതിയിൽ മനസ്സിലാവുകയും, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ആലോചന ബന്ധുക്കൾക്ക് ഉണ്ടാവുകയും ചെയ്തു. കാരണം പൂർണ്ണ അബോധാവസ്ഥയിലായിരുന്നു. അങ്ങനെയാണ് കണ്ണൂരിലെ AKG ആശുപത്രിയിൽ മോർച്ചറി വിളിച്ച് പറയുന്നത്, ഇങ്ങനെ ഒരു മോർച്ചറി വേണം, നാളെയാണ് സംസ്കാരം, പത്രത്തിൽ ഉൾപ്പെടെ അന്ന് വാർത്ത ഉൾപ്പെടെ നൽകുകയും ചെയ്തതാണ്. പക്ഷേ ആ മോർച്ചറിക്ക് മുന്നിൽ വെച്ചാണ് പവിത്രൻ്റെ ശരീരത്തിൽ സ്പന്ദനമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞത്. എന്തായാലും പവിത്രൻ ഇപ്പോൾ മരണത്തോട് യെസ് പറഞ്ഞിരിക്കുന്നു. മരണത്തെ അതിജീവിച്ച പവിത്രൻ മരണത്തിന് കീഴടങ്ങി എന്ന് ചുരുക്കത്തിൽ പറയേണ്ടി വരും. ഓക്കെ, അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിയത്.